ചേട്ടാ അവ അങ്ങനെ ഒരാളല്ല. നീ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ നിന്റെ നല്ലതിന് വേണ്ടി മാത്രമേ പറയുള്ളൂ. വീട്ടിലായാലും ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവ ഇനി വരാനും പോകില്ല. നമുക്ക് പോവാം. നീയായിട്ട് എന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേ പറ്റൂ. എന്തായാലും നിന്റെ ബുദ്ധിയുള്ള എവിടെ നിന്ന് കിട്ടിയോളാം നിനക്ക് ഈ ധൈര്യം? നിന്നെപ്പോലെ ഒരു താഴ്ന്ന ആദ്യം കിടക്കണ തെണ്ടി കെട്ടിച്ചു കൊടുക്കണേക്കാളും നല്ലത് അവളെ കൊന്നു കളയാനാണ്. എടാ നിന്റെ തള്ള പോലും എന്റെ തറവാളിൽ പുറമണിങ്ങി എന്നപ്പോൾ അടുക്കളയ്ക്ക് ഇപ്പുറത്ത് കാല് കുത്തിച്ചിട്ടില്ല. ഇനി നിന്റെ പിള്ളേരും കൂടെ ഉമ്മറത്ത് ഓടിക്കളിക്കണ ഞാൻ കാണുന്നു അല്ലടാ. എടാ അവൾ എൻ്റെ കൂടെ സന്തോഷമായിട്ടിരിക്കൂടാ. എടാ എൻ്റെ തറവാളിലെ പട്ടിക്കൂണ്ടത്തുള്ള വീട്ടിലാണ് നീ നിന്റെ കുടുംബം കിടക്കണത്. അങ്ങോട്ട് ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു കൊണ്ടു അല്ലടാ. അവളെ ഇഷ്ടം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യം, രണ്ട് ജാതിയും തമ്മിലുണ്ടാവുന്ന പ്രശ്നവും എല്ലാം ഞാൻ പറഞ്ഞത്. ആരും കൂടെ ഇല്ലേല് അവളുടെ ഈ ചേട്ടൻ കൂടെ കാണുമെന്ന് വിശ്വസിച്ചിരിക്കുക. ആ വിശ്വാസം ചേട്ടനായിട്ട് തന്നെ കളഞ്ഞല്ല. നീ താഴ്ന്ന ജാതിയിലുള്ളതിനെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അച്ഛൻ നാട്ടുകാരെ മൊത്തം എങ്ങനെ നോക്കോടി? ഈ കാലത്ത് ജാതി കൊണ്ടല്ല ജോലി കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അതെന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. നീ പറഞ്ഞ നാട്ടുകാരുടെ നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് കാണിച്ചു തരാം. മക്കളെ എന്തായടാ? ഞാൻ പറഞ്ഞു കേട്ടില്ല അച്ഛാ. നീ വിട്ടോ, ഇത് ഞാൻ നോക്കിക്കോളാം.